മെയ് മാസത്തിലെ ആദ്യത്തെ രാത്രിയായിരുന്നു ജോനാഥൻ ഹാർക്കർ ട്രാൻസ്വാനിയിലൂടെ യാത്ര ആരംഭിക്കാൻ തീരുമാനിച്ചു. രാത്രി 8:35 തന്നെ ലണ്ടനിൽ നിന്ന് യാത്ര തിരിച്ച ജോനാഥൻ പിറ്റേ ദിവസം രാവിലെ വിയന്നയിലെത്തി. പതിവിലേറെ വൈകിയാണ് തീവണ്ടി വിയന്നയിലെത്തിച്ചേർന്നത്. അതുകൊണ്ട് തന്നെ അയാൾക്ക് നല്ല നിരാശ തോന്നി. കുറെ കൂടി നേരത്തെ എത്തിയിരുന്നുവെങ്കിൽ ഭൂപ്രദേശം മുഴുവൻ ഒന്ന് ചുറ്റിക്കാണാമായിരുന്നു. വിയന്നയിൽ നിന്നുള്ള യാത്ര കൃത്യസമയത്ത് തുടങ്ങുമെന്നറിഞ്ഞതിനാൽ സ്റ്റേഷനിൽ നിന്നധികം അകലെ പോകാനയാൾ മടിച്ചു. എങ്കിലും ചുറ്റും കാണുന്ന പ്രകൃതിയുടെ അസാധാരണമായ സൗന്ദര്യം കീഴടക്കാൻ കിഴക്കൻ ദിക്കിലെത്തപ്പെട്ട അനുഭവമായിരുന്നു അയാൾക്കുണ്ടായിരുന്നത്. അകലെ ഡാന്യൂബ് നദിയുടെ മുകളിൽ പാശ്ചാത്യ മാതൃകയിലുള്ള പാലങ്ങൾ തുർക്കികളുടെ പഴക്കമുള്ള പാരമ്പര്യത്തെ ഓർമ്മിപ്പിക്കുന്നു. പക്ഷേ ആ സൗന്ദര്യം കണ്ടുകൊണ്ട് അധികം സമയം നിൽക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല. വിയന്നയിൽ നിന്ന് യാത്ര പുറപ്പെടേണ്ട തീവണ്ടിയുടെ ചൂളംവിളി അകലെ കേൾക്കാൻ തുടങ്ങിയപ്പോൾ ജോനാഥൻ സ്റ്റേഷനിലേക്ക് നടന്നു. കൃത്യസമയത്ത് പുറപ്പെട്ട വണ്ടി അവിടെ റോയൽ ഹോട്ടലിലെ താമസവും ഭക്ഷണവും അയാൾക്കൊട്ടും ഇഷ്ടമായില്ല. ഇഷ്ടപ്പെടാത്ത ആഹാരവും കഴിച്ച് ഉറക്കം വരാതെ കിടക്കുമ്പോൾ തനിക്ക് എത്തിച്ചേരേണ്ട സ്ഥലത്തെക്കുറിച്ചായിരുന്നു അയാളുടെ ചിന്ത. നാട്ടിൽ വെച്ച് ട്രാൻസ്വാനിയിലേക്ക് പോകേണ്ടി വരുമെന്ന് ഉറപ്പായതു മുതൽ ബ്രിട്ടീഷ് മ്യൂസിയവും ലൈബ്രറിയും സന്ദർശിച്ച് ആ ദേശത്തിൻ്റെ കുറേ വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. കാരണം ട്രാൻസ്വാനിയിൽ തനിക്കിടപെടേണ്ട മാന്യമായി കഴിയേണ്ടി വരുമ്പോൾ ആ നാടിനെക്കുറിച്ചുള്ള തൻ്റെ വിജ്ഞാനം എത്രയോ ഉപകാരപ്രദമായിരിക്കും. ക്ലോസൻബർഗിൻ്റെ ഏറ്റവും കിഴക്കേ അതിർത്തിയാണ് ട്രാൻസ്വാനിയ. മോൾഡേവിയ, ബുക്കോവിനോ തുടങ്ങിയ സ്റ്റേറ്റുകളുടെ അതിർത്തിയിൽ കാർപ്പേത്തിയൻ മലനിരകളുടെ ഇടയിൽ ഈ നഗരം കിടക്കുന്നു. യൂറോപ്പിലെ ഏറ്റവും ഭീകരവും അധികമാരും അറിയാത്തതുമായ ഒരു വനപ്രദേശമാണ് തനിക്കെത്തേണ്ടത് എന്നോർക്കുമ്പോൾ എന്തോ ഒരു അസ്വസ്ഥത അയാളെ പൊതിയുന്നു. താൻ പരിശോധിച്ച ഏതെങ്കിലും ഒരു പുസ്തകത്തിലോ മാപ്പുകളിലോ ഡ്രാക്കുള കോട്ടയെക്കുറിച്ച് ഏതെങ്കിലും വിവരം അയാൾക്ക് കാണാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ഡ്രാക്കുള പ്രഭു നേരത്തെ സൂചിപ്പിച്ചിരുന്ന ബ്രിസ്റ്റീച്ച് എന്ന പട്ടണം ഏറെക്കുറെ അറിയപ്പെടുന്ന ഒന്നായിരുന്നു. യാത്രക്കിടയിൽ സഹയാത്രക്കാരോട് തിരക്കിയതിൽ ആ നാട്ടിലെ എല്ലാ അന്ധവിശ്വാസങ്ങളുടെയും കൂടാരമാണ് കാർപ്പേത്തിയൻ മലനിരകളെന്ന് അയാൾക്കറിയാൻ കഴിഞ്ഞിരുന്നു. താൻ എത്തിപ്പെടാൻ പോകുന്ന സ്ഥലത്തിൻ്റെ പ്രത്യേകതകളും അവിടുത്തെ മനുഷ്യരുടെ വിചിത്ര സ്വഭാവ രീതികളും തനിക്കൊന്നും ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന രസനീയമായ ഒരനുഭവമായേക്കുമെന്ന അയാളുടെ പ്രതീക്ഷ. പുറത്ത് മഞ്ഞു പെയ്യുന്നുണ്ടായിരുന്നു. സഹയാത്രക്കാരും ആ ലോഡ്ജിലെ മറ്റു അന്തേവാസികളും ഗാഢനിദ്രയിൽ നീന്തി തുടങ്ങി. ജോനാഥനോടപ്പോഴും ഉറക്കം വന്നില്ല. കണ്ണുകളടക്കുമ്പോൾ ചില വിചിത്രങ്ങളായ ഓർമ്മകളും ആലോചനകളും അസ്വസ്ഥപ്പെടുത്തുകയാണ് അയാളെ. തൻ്റെ മുറിക്ക് പുറത്തുനിന്ന് രാത്രി മുഴുവനും ഒരു നായ നിർത്താതെ ഓരിയിട്ടുകൊണ്ടിരിക്കുന്നത് ഉറക്കം പുണരാതിരിക്കാനൊരു കാരണമായിരുന്നു. പുലരാറായപ്പോഴോ ഒന്നുറങ്ങി ജോനാഥനെ ആരോ വിളിച്ചുണർത്തി. എത്രയോ തിടുക്കത്തിൽ ഒരുങ്ങിയാലേ 7:30-ക്കുള്ള വണ്ടിയിൽ പോകാൻ നോക്കൂ. പ്രഭാത ഭക്ഷണം കഴിച്ചില്ല എന്ന മട്ടിൽ അയാൾ എണീറ്റ് സ്റ്റേഷനിലേക്ക് പുറപ്പെടുകയും ചെയ്തു. വീണ്ടും യാത്ര. പകൽ മുഴുവനും പ്രകൃതി സൗന്ദര്യം തുളുമ്പി നിന്ന പ്രദേശങ്ങളിലൂടെ വാഹനം ഓടിക്കൊണ്ടിരുന്നു. ഇരുവശങ്ങളിലെയും ആനന്ദദായകരമായ കാഴ്ചകളും മനസ്സിൽ ഒരു ഉല്ലാസയാത്രയുടെ മധുരം നിറച്ചു. നദികളും പുഴകളും മലയോരങ്ങളും പിന്നിട്ട് ആ തീവണ്ടി പാഞ്ഞുകൊണ്ടിരുന്നു. ഓരോ സ്ഥലത്തെത്തുമ്പോഴും ഓരോ തരത്തിലുള്ള മനുഷ്യരെയാണ് കാണാൻ കഴിഞ്ഞിരുന്നത്. വലിയ കൗബോയ് തൊപ്പികളും ചാക്കുപോലെ അയഞ്ഞ പരുക്കൻ വസ്ത്രങ്ങളും വീതിയേറിയ അരപ്പട്ടുകളുമൊക്കെയുള്ള സ്ലോവാക്കുകളെയാണ് ജോനാഥൻ കൂടുതൽ ഇഷ്ടമായത്. തീവണ്ടി ബ്രിസ്റ്റീച്ചിലേക്ക് എത്തിച്ചേരുമ്പോഴോ സായം സന്ധ്യയുടെ കുങ്കുമമധുകളിൽ മാനത്തു നിന്നപ്പോഴോ അപ്രത്യക്ഷമായിരുന്നില്ല. സ്റ്റേഷൻ പുറത്തിറങ്ങി ജോനാഥൻ അവിടെയെല്ലാം ഒന്ന് കണ്ണോടിച്ചു.
ബുക്കോവിനയിലേക്ക് പോകുന്ന ബോർഗോ ചുരത്തിൻ്റെ അതിർത്തിയിലായിരുന്നു. കഴിഞ്ഞ 9 കൊല്ലങ്ങളായി 4-5 പ്രാവശ്യം കൊടും വിപത്തുകൾക്കിരയായിത്തീർന്ന പ്രദേശത്താണ് താനിപ്പോൾ നിൽക്കുന്നതെന്നോർത്തപ്പോൾ ജോനാഥൻ ഒരിക്കിടിലുമുണ്ടായി. 17-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭദശയിൽ 3 ആഴ്ചയോളം ദീർഘിച്ച ഒരു യുദ്ധത്തിൻ്റെ ഫലമായി 13,000-ഓളം മനുഷ്യർ മരണപ്പെട്ടതും ഇതേ സ്ഥലത്ത് വച്ച് തന്നെയായിരുന്നു. ഇരുളിൻ്റെ നിഴലുകൾ ഭൂമിയിൽ മങ്ങിയ ചിത്രങ്ങൾ വരയ്ക്കാൻ തുടങ്ങുകയാണ്. ഡ്രാക്കുള പ്രഭുവിൻ്റെ നിർദ്ദേശം പോലെ ഗോൾഡൻ ക്രൗൺ ഹോട്ടലിലേക്കുള്ള തന്നെയാണ് ജോനാഥൻ പോകാനൊരുങ്ങിയത്. ആ നാടിനെക്കുറിച്ച് അറിയാവുന്നിടത്തോളം അറിയണമെന്ന് കൊതിച്ചിരുന്ന ജോനാഥന് പഴയ രീതിയിൽ പണിതിട്ടുള്ള ആ ഹോട്ടൽ കണ്ടപ്പോൾ ആഹ്ലാദമുണ്ടായതാണ്. ഹോട്ടലിൻ്റെ വാതിൽക്കൽ നിന്നിരുന്ന ചിലരുടെ ഭാവപ്രകടനങ്ങൾ കണ്ടപ്പോൾ തന്നെ അവർ കാത്തു നിൽക്കുകയായിരുന്നു എന്ന് തോന്നി. നീളമുള്ള അങ്കിയും ഇറക്കമുള്ള ഉടുപ്പുകളും ധരിച്ച അവർ ആ നാട്ടിലെ കൃഷിക്കാരെ പോലെയായിരുന്നു. ജോനാഥൻ അടുത്തപ്പോൾ തല കുനിച്ചു അഭിവാദ്യം ചെയ്തുകൊണ്ട് ഒരു വൃദ്ധ ചോദിച്ചു, "ഇംഗ്ലീഷുകാരനായ മനുഷ്യർ നിങ്ങളാണെന്ന് വിശ്വസിക്കട്ടെയോ?" "അതെ, ഞാനാണ് ജോനാഥൻ ഹാർക്കർ," നേരിയ പുഞ്ചിരിയോടെ ജോനാഥൻ മറുപടി പറഞ്ഞു. അവർ അടുത്തു നിന്ന ഒരു മനുഷ്യനോട് എന്തോ ആംഗ്യം കൊണ്ട് സംസാരിച്ചു. കാര്യം മനസ്സിലാക്കി അയാൾ പെട്ടെന്ന് പുറത്തേക്ക് പോവുകയും ഒരു കത്തുമായി മടങ്ങി വരികയും ചെയ്തു. ആ കത്ത് ജോനാഥനുള്ളതായിരുന്നു. അയാൾ വന്നാലുടൻ നൽകാനായി ഡ്രാക്കുള പ്രഭു ഏൽപ്പിച്ചിരുന്ന കത്താണത്. ജോനാഥൻ കത്ത് തുറന്നു വായിച്ചു. "സ്നേഹിതാ, താങ്കൾക്ക് കാർപ്പേത്തിയൻ മലമുകളിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളെ പ്രതീക്ഷിച്ചു കഴിയുകയായിരുന്നു. ഇന്ന് രാത്രി അവിടെ സുഖമായി വിശ്രമിക്കുക. നാളെ പകൽ 3 മണിക്ക് ബുക്കോവിനയത്തിലേക്കുള്ള കുതിരവണ്ടി അവിടെ നിന്ന് പുറപ്പെടും. നിങ്ങൾക്കുള്ള സീറ്റ് ഞാൻ നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ട്. ബോർഗോ ചുരത്തിൽ വെച്ച് എൻ്റെ കുതിരവണ്ടി വന്ന് നിങ്ങളെ എൻ്റെ കോട്ടയിലേക്ക് കൊണ്ടുപോരും. യാത്ര സുഖകരമായിരുന്നുവെന്ന് വിശ്വസിക്കട്ടെയോ? നിങ്ങളുടെ സ്നേഹിതൻ ഡ്രാക്കുള." കത്തു വായിച്ചു തീർന്നയുടൻ അത് കൊണ്ടുവന്ന മനുഷ്യൻ ജോനാഥനെ അയാൾക്കായി നിർദ്ദേശിച്ചിരുന്ന മുറിയിലേക്ക് ആനയിച്ചു. യാത്രാക്ഷീണത്തിൻ്റെ കാഠിന്യമാകാം അന്ന് കിടന്നതറിയാതെ അയാൾ ഉറങ്ങിപ്പോയി. മഞ്ഞിൽ പതുഞ്ഞുണർന്ന ബാല്യസൂര്യൻ പൈൻമരക്കൊടുകൾക്ക് മുകളിൽ തിരികൊളുത്തി. ജോനാഥൻ ഉണർന്നു. തൻ്റെ കാര്യങ്ങളെല്ലാം പ്രത്യേകം ശ്രദ്ധ വെക്കണമെന്ന് ഡ്രാക്കുള പ്രഭുവിൻ്റെ നിർദ്ദേശമാകാം. ഹോട്ടൽ ജോലിക്കാരുടെ പെരുമാറ്റമെല്ലാം ഒരു പ്രത്യേക താൽപ്പര്യത്തോടെയായിരുന്നു. ജോനാഥന് മനസ്സിലായി. എങ്കിലും ആ പ്രദേശത്തെക്കുറിച്ച് അയാൾ ചോദിച്ചപ്പോഴേക്കും അവർക്കൊന്നും അറിയാത്ത മട്ടിൽ അഭിനയിക്കുകയായിരുന്നു. ജർമ്മൻ ഭാഷ തീരെ മനസ്സിലാകുന്നില്ലെന്ന മട്ടിലുമായിരുന്നു അവരുടെ അഭിനയം. അത് അഭിനയമാണെന്ന് ജോനാഥൻ എളുപ്പം മനസ്സിലായി. ഇതിനു മുമ്പെപ്പോഴും തൻ്റെ ജർമ്മൻ ഭാഷയിൽ സംസാരത്തിന് വ്യക്തമായി മറുപടി തരികയും മനസ്സിലാക്കുകയും ചെയ്തിരുന്നവർ തൻ്റെ ചോദ്യങ്ങൾ കേട്ട അവർ പരിഭ്രമിക്കുകയും പരസ്പരം എന്തോ ഭീതിതമായ അർത്ഥവത്തായ സംശയങ്ങൾ കൈമാറുകയും ചെയ്തിരുന്നു. ജോനാഥന് കൗതുകകരമായി തോന്നി. ഡ്രാക്കുള പ്രഭുവിനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തെക്കുറിച്ചും അയാൾ ചോദിച്ചപ്പോഴൊക്കെ ഭയത്തോടെ സ്ത്രീ വിറയ്ക്കുന്ന കൈകളുയർത്തി കുരിശു വരയ്ക്കുകയാണ് ചെയ്തത്. അദ്ദേഹത്തെക്കുറിച്ചെന്തെങ്കിലും പറയാൻ അവർ വിസമ്മതിച്ചു. തനിക്ക് യാത്ര ചെയ്യാനുള്ള സമയം അടുത്തു കഴിഞ്ഞിരുന്നതിനാൽ മറ്റാരോടെങ്കിലും അതിനെക്കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കാനും ജോനാഥന് കഴിഞ്ഞില്ല. ആ ഹോട്ടൽ പരിചാരകരുടെ പെരുമാറ്റങ്ങളും ഭയം കലർന്ന സംസാരങ്ങളും ഉള്ളിൽ ഏതോ അസ്വാസ്ഥ്യമാണ് ജോനാഥനുണ്ടാക്കിയത്. യാത്ര പുറപ്പെടുന്നതിന് തൊട്ടുമുമ്പ് ആ സ്ത്രീ ജോനാഥൻ്റെ മുറിയിലേക്ക് വെപ്രാളത്തോടെ കടന്നു ചെന്നു. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഭയപ്പെടുന്നത്?" ജോനാഥൻ ചോദിച്ചു. "നിങ്ങൾക്ക് ഇന്നു തന്നെ പോകണമെന്നുണ്ടോ ചെറുപ്പക്കാരാ? പോയേ തീരുവെന്ന് നിർബന്ധമാണോ?" ആ സ്ത്രീയുടെ ശബ്ദത്തിൽ ഭയത്തിലും വിറയലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ജർമ്മൻ ഭാഷയ്ക്കിടയിൽ മറ്റേതോ ഭാഷകൾ ഇടകലമുണ്ടായിരുന്നു. അവർ പറഞ്ഞു. മുഴുവൻ ജോനാഥൻ മനസ്സിലാക്കിയില്ല. "ഞാൻ അവിടേക്ക് തന്നെ പോകാനിറങ്ങിയതാണ്. ചില പ്രധാന കാര്യങ്ങൾക്ക് വേണ്ടി വന്നിട്ടുള്ളതുകൊണ്ട് ഇന്നു തന്നെ പോകണമെന്ന് നിർബന്ധമാണ്." ജോനാഥൻ ശബ്ദത്തിലെ ദൃഢത മനസ്സിലാക്കിയിട്ടാവണം അവൻ കുരിശു വരച്ചുകൊണ്ട് പിന്നെയും ചോദിച്ചു. "ഇന്ന് ഏതു ദിവസമാണ് നിങ്ങൾക്കറിയാമോ ചെറുപ്പക്കാരാ?"
മെയ് 4-ാം തീയതി. അതെ, എന്നാൽ ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക്? അവരുദ്ദേശിക്കുന്നത് എന്താണെന്നറിയാത്തതുകൊണ്ട് തനിക്കറിയില്ലെന്ന മട്ടിൽ ജോനാഥൻ തലകുലുക്കി. സെന്റ് ജോർജ് ഡേയാണിന്ന്. ഇന്ന് അർദ്ധരാത്രിയാവുമ്പോഴും ഈ ലോകത്തിലെ സകല ദുഷ്ടാത്മാക്കളും അവയുടെ നിദ്രയിൽ നിന്നുണരും. അവയെല്ലാം പുറം ലോകത്തേക്കിറങ്ങിക്കുകയും ചെയ്യും. നിങ്ങൾക്കറിയില്ല ഈ യാത്ര കൊണ്ട് നിങ്ങൾക്കെന്താണ് സംഭവിക്കുന്നതെന്ന്. ആ സ്ത്രീയുടെ വാക്കുകളും ഭാവങ്ങളും മനസ്സിലാക്കിയെങ്കിലും അവരെ എങ്ങനെ ആശ്വസിപ്പിക്കാനാകും എന്നയാൾക്കറിയില്ലായിരുന്നു. ആ ചെറുപ്പക്കാരൻ്റെ നിശ്ചയത്തിന് മാറ്റമില്ലെന്ന് മനസ്സിലായപ്പോൾ അവർ നിറഞ്ഞ മിഴികളൊപ്പിക്കൊണ്ട് തൻ്റെ കഴുത്തിലെ കൊന്തമാല ഊരി ജോനാഥൻ്റെ കഴുത്തിലിട്ടു. പിന്നെ അവർ ഒന്നും പറയാതെ പുറത്തേക്ക് പോവുകയും ചെയ്തു. ഈ നാട്ടിലെ അന്ധവിശ്വാസങ്ങളുടെയും എണ്ണമറ്റ പ്രേതകഥകളുടെയും ഓർമ്മകളും ആ സ്ത്രീയുടെ വിലക്കുകളുമെല്ലാം കൂടി ആയപ്പോൾ ജോനാഥന് വല്ലാത്തൊരു തരം വീർപ്പുമുട്ടലുണ്ടായി. അകലെ നിന്ന് സമയം തെറ്റിയാണെങ്കിലും പാഞ്ഞു വരുന്ന കുതിരവണ്ടിയാണ് തനിക്ക് പോകേണ്ടത്. സാറട്ട എന്ന ജോനാഥന് മനസ്സിലായി. ആ വണ്ടി ഹോട്ടൽ വാതിൽക്കൽ എത്തി നിന്നു.